കേരളത്തിലെ നമ്പർ 1 ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറിയായ ജേക്കു ജ്വൽസ് ഏറ്റവും കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയിൽ ന്യൂ ഫാഷൻ ട്രെൻഡി ലൈറ്റ് വെയ്റ്റ് ഓർണമെന്റ്സ് ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളും ട്രീകളുമായി മൂവാറ്റുപുഴയിലെ ക്രിസ്മസ് വിപണി സജീവമായി. ക്രിസ്മസിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കുമ്പോൾ നാടും നഗരവും ക്രിസ്മസിനായി ഒരുങ്ങിക്കഴിഞ്ഞു. ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് നിറം പകർന്ന ക്രിസ്മസ് വിപണി സജീവമായി കഴിഞ്ഞു. ഉണ്ണിയേശുവിന്റെ രൂപങ്ങൾ, പലവിധത്തിലും നിറത്തിലും വ്യത്യസ്തമായ നക്ഷത്രങ്ങൾ, ട്രീ ഡെക്കറേഷൻ, പ്ലൈവുഡിലും PVCയിലും തീർത്ത റെഡിമെയ്ഡ് പുൽക്കൂടുകൾ, സാന്താക്ലോസ് രൂപങ്ങൾ, ചുവപ്പും വെള്ളയും നിറത്തിലുള്ള ക്രിസ്മസ് പാപ്പ വേഷങ്ങൾ, ക്രിസ്മസ് തൊപ്പികൾ തുടങ്ങിയവയുമായി ക്രിസ്മസ് വിപണി മൂവാറ്റുപുഴയിലും സജീവമായി കഴിഞ്ഞു. ക്രിസ്മസിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കുമ്പോൾ ക്രിസ്മസ് ആഘോഷിക്കുവാനുള്ള ഒരുക്കങ്ങളിലായി മൂവാറ്റുപുഴക്കാരും. ന്യൂജൻ നക്ഷത്രങ്ങളുടെയും ന്യൂജൻ ക്രിസ്മസ് ട്രീകളും ഒക്കെയാണ് ഇത്തവണ ക്രിസ്മസ് വിപണി സജീവമാക്കിയിരിക്കുന്നത്. പേപ്പർ നക്ഷത്രങ്ങൾക്ക് പുറമെ ഇലക്ട്രിക് നക്ഷത്രങ്ങളും ഇലക്ട്രിക് ക്രിസ്മസ് ട്രീകളും വിപണി കൈയടക്കിയിട്ടുണ്ട്. നക്ഷത്രങ്ങൾക്കും അലങ്കാര ബൾബുകൾക്കും ക്രിസ്മസ് ട്രീക്കുമാണിപ്പോൾ ആവശ്യക്കാർ ഏറെയും. 170 രൂപ മുതൽ 650 രൂപ വരെയുള്ള നിരക്കിൽ റെഡിമെയ്ഡ് പുൽക്കൂട് ലഭിക്കും. ക്രിസ്മസ് ട്രീയാണ് ഇത്തരം ക്രിസ്മസ് വിപണിയിലെ താരമായി മാറിയിരിക്കുന്നത്. 210 രൂപ മുതൽ 5000 രൂപ വരെയുള്ള വിവിധ വലിപ്പത്തിലുള്ള ക്രിസ്മസ് ട്രീക്കാണ് ആവശ്യക്കാർ ഏറെയും. 3000 രൂപയുടെ ഇലക്ട്രിക് പടക്കവും ഇത്തവണ വിപണിയിലെത്തിയിട്ടുണ്ട്. വീടുകളിലും സ്ഥാപനങ്ങളിലും അടക്കം എല്ലായിടങ്ങളിലും ക്രിസ്മസിനെ വരവേൽക്കാൻ അലങ്കാരങ്ങൾ ആരംഭിച്ചതോടെ വിപണി വരും ദിവസങ്ങളിൽ കൂടുതൽ സജീവമാകുമെന്ന പ്രതീക്ഷയിലാണ് വ്യാപാരികൾ. കച്ചവടം കഴിഞ്ഞ പ്രാവശ്യത്തിനെ അപേക്ഷിച്ച് ഇപ്രാവശ്യം വളരെ കുറവാണ്. അവസാന നിമിഷത്തിലാണ് കൂടുതലും കച്ചവടം ഉള്ളത്. പിന്നെ ഇപ്പോൾ ഗിഫ്റ്റുകളുടെ കച്ചവടമാണ് കൂടുതൽ. സ്റ്റാറുകളിലാണെങ്കിൽ ഇപ്പോൾ LED സ്റ്റാറുകളാണ് കൂടുതൽ പോകുന്നത്. പേപ്പർ സ്റ്റാറുകൾ ഇപ്പോൾ കുറവാണ് പോകുന്നത്. കൂടുതൽ LED സ്റ്റാറാണ്. എന്നാലും കഴിഞ്ഞ പ്രാവശ്യത്തിനെ അപേക്ഷിച്ച് ഇപ്രാവശ്യം ഒത്തിരി കച്ചവടം കുറവാണ്. പുൽക്കൂട് ഇപ്പോൾ മരത്തിൻ്റെ, പ്ലൈവുഡ്, മൾട്ടിവുഡ്, അങ്ങനെ പല രീതിയിലുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ടൈപ്പ് വരെ പുൽക്കൂടുകളുണ്ട്. ഇപ്രാവശ്യം പുൽക്കൂടും കച്ചവടം കൂടുതലായിട്ട് നടന്നിട്ടില്ല. കച്ചവടം പൊതുവേ കുറവാണ്. ആളുകളുടെ കാശില്ലാത്തതിൻ്റെ കുറവുകൊണ്ടായിരിക്കാം മൊത്തത്തിൽ കച്ചവടം കുറവുണ്ട്. കച്ചവടം കഴിഞ്ഞ കാലത്തെ അപേക്ഷിച്ച് സ്റ്റാർട്ടിങ് സമയത്ത് കാലാവസ്ഥയുടെയും പിന്നെ ഏറ്റവും പ്രത്യേക പ്രശ്നം എന്ന് വെച്ചാൽ മൂവാറ്റുപുഴ ടൗണിൻ്റെ ശോചനാവസ്ഥയാണ് ബിസിനസ്സിനെ ഏറ്റവും കൂടുതൽ ബാധിച്ചേക്കണമെന്ന് സംശയമുണ്ട്. എന്ന് വെച്ചാൽ ഇവിടുത്തെ ബിസിനസ്സുകളെല്ലാം അടുത്ത പട്ടണത്തേക്ക് മാറിയേക്കാണ്. മൂവാറ്റുപുഴ ടൗൺ റോഡ് കൊണ്ട് ശോചനാവസ്ഥ കൊണ്ട് യാതൊരുവിധ ആൾക്കാർക്ക് വന്നു പോകാനോ സാധനം മേടിക്കുവാനോ പാർക്കിങ്ങിന് എല്ലാം അസൗകര്യം ഉള്ളതുകൊണ്ട് ബിസിനസ്സിനെ സാരമായി ബാധിച്ചായിരുന്നു. പ്രതികൂല കാലാവസ്ഥയും മൊത്തത്തിൽ ഒരു ബിസിനസ് മോശം പറഞ്ഞു. ഈ അടുത്ത ദിവസങ്ങൾ 2 ദിവസം കാലാവസ്ഥ മാറി നിന്നതിൻ്റെ ഒരു ചെറിയ അനക്കം കാണുന്നുണ്ട്. എങ്കിലും സാമാന്യം പോരാ എന്നുള്ള അഭിപ്രായമാണ്. പിന്നെ ബിസിനസ് രണ്ടായി ഡിവൈഡ് പോലെയാണ് ഇപ്പോഴത്തെ കാലാവസ്ഥ. നെഹ്റു പാർക്കിന് അപ്പുറത്തുള്ളവർ അവിടുത്തെയുള്ള ആൾക്കാരും ഇവിടുന്ന് കച്ചിതായത്ത് ഇപ്പുറത്തേക്കുള്ള POLക്കും അങ്ങനെ രീതിയിലേക്ക് ബിസിനസ് മാറിയതുകൊണ്ട് മൂവാറ്റുപുഴ ടൗണിൽ ആവറേജിൽ ബിസിനസ്സിലേക്ക് നിൽക്കണമെന്നുള്ളൂ. ക്രിസ്മസ് സീസണായിട്ട് പോലും അത് കഴിഞ്ഞില്ലത്തേക്കാളും മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു അറിവ് നിലവിൽ കിട്ടിയിട്ടില്ല. 2-3 ദിവസം കൂടെ ഉള്ളൂ. എന്തെങ്കിലും മാറ്റം സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ക്രിസ്മസ് ന്യൂ ഇയർ കാർഡുകൾ ഓർമ്മകളിലേക്ക് മാറിയെങ്കിലും പേരിനെങ്കിലും കാർഡുകൾ വ്യാപാരികൾ വിൽപ്പനശാലകളിൽ കരുതി വച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.